A warm welcome to one and all present here. Repeat after me. I am guided. I am guided. And I am guided. And yes, you are in Son of Miss classes. സോ നമ്മൾ ഇന്ന് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ അങ്ങോട്ട് എല്ലാം പഠിച്ച് അടിപൊളിയായി പഠിക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതൊക്കെ സിമ്പിൾ പുഷ്പം പോലെ നമ്മൾ പഠിക്കും. സോ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ സൈമൺ കുസ്നറ്റും റിച്ചാർഡ് സ്റ്റോണുമാണ് നമുക്ക് ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പറഞ്ഞു തന്നത് കേട്ടോ. മറക്കരുത്, റിച്ചാർഡ് സ്റ്റോണും പിന്നെ സൈമണും കേട്ടോ. കഴിഞ്ഞ മെയിൻ എക്സാമിന് ഇവരുടെ പേര് ചോദിച്ചിരുന്നു. പിന്നെ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഇൻ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുമാത്രമല്ല ഈ സ്റ്റേറ്റ് ഡിക്റ്ററേറ്റ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് DESും കൂടിയാണ് സ്റ്റേറ്റിലത്തെ ഈ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ, അതൊക്കെ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ നാഷണൽ ഇൻകത്തിൻ്റെ യൂസ്ഫുൾനെസ് പറഞ്ഞിരുന്നു. ശരിക്കും നാഷണൽ ഇൻകം ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അറിയോ? ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, പ്രൈവറ്റ് അനലിറ്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും, പോളിസി മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഡിസിഷൻ ടേക്കേഴ്സിനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസിഷൻ ടേക്കേഴ്സ്, പോളിസി മേക്കേഴ്സിനൊക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നാഷണൽ ഇൻകത്തിലേക്ക് കടക്കാട്ടോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലേബറും ക്യാപിറ്റലുമാണ്. അങ്ങനെ ഈ ലേബറും ക്യാപിറ്റലും നമുക്ക് സർവീസ് തരും. അപ്പം അവർക്ക് വേണ്ടി ഫാക്ടർ പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കില്ലേ, ലേബറിന് വേജും ക്യാപിറ്റൽ നമുക്ക് തന്നതിന് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ കൊടുക്കില്ലേ. സോ അങ്ങനെ നമ്മൾ ഫാക്ടർ പേയ്മെൻറ്റ്സും കൊടുക്കും അല്ലേ. അപ്പം എന്താണ് ഈ നാഷണൽ ഇൻകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു നേഷൻ്റെ, അതായത് നേഷനായിട്ടുള്ള ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻകം, അവിടുത്തെ ആളുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള വരുമാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോണത്. ഈ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ ഇപ്പം ഒരു 6 കൺട്രീസ് കൂടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് IMF വേൾഡ് ബാങ്കിൻ്റെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇതാണ് ചോദിക്കുക നമ്മളോട്, ഇൻകം സർട്ടിഫിക്കറ്റ്. നമ്മളോട് പേഴ്സൺസിനോട് ചോദിക്കുന്ന പോലെ നേഷൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഇതിലേത് നേഷന് ലോണ് കൊടുക്കണം, ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത് എവിടെയാണെന്നറിയോ? ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിൽ നിന്നാണ്. എന്ത് ഇൻകം? നാഷണൽ ഇൻകം ഓഫ് ദ നേഷൻ. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് അറിയാൻ പറ്റും, കൺട്രീൻ്റെ എവിടേക്കാണ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്. അപ്പോൾ ഇവർക്കിത് റീപേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ലോൺ തരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഈ ഒരു നാഷണൽ ഇൻകം വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നാഷണൽ ഇൻകത്തിനെ പറ്റി പറയുമ്പോഴേ, ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ കടവിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ കാർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബൈക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്കിൾ യൂസ് ചെയ്യുക എന്ന് പറയില്ലേ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മെത്തേഡ്സ്. എനിക്ക് ഈ വക മെത്തേഡ്സിലൊക്കെ അവിടേക്ക് പോവാം. പക്ഷേ ഞാൻ ഇത്ര കിലോമീറ്റർ പോയാൽ അവിടെ എത്തുള്ളൂ, ഞാൻ ഇത്ര മൈൽസ് താണ്ടിയാൽ അങ്ങോട്ട് എത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും മീറ്റർ പോയാൽ അവിടേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞതാണ് എന്ത്? മെഷേഴ്സ് അല്ലേ. യെസ്, എക്സാക്ട്ലി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കാറിൽ പോകണം, ബസ്സിൽ പോകണം, ഷിപ്പിൽ പോകണം, ബോട്ടിൽ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഒരു 3 മെത്തേഡുകളുണ്ട്. ആ മെത്തേഡ് വഴിയാണ് നമ്മൾ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, 3 മെത്തേഡ്സ് വഴി. ഓക്കെ, അതുമാത്രമല്ല 8 മെഷേഴ്സും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കിലോമീറ്റർ, മീറ്റർ, മൈൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ 8 മെഷേഴ്സും കൂടെ ഉണ്ട് നാഷണൽ ഇൻകത്തിന്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. NNPFC, GDP, MP, NNP, GVA, NDP അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം ഇതുപോലത്തെ മെഷേഴ്സിൻ്റെ 8 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ അവസാനം കണ്ടോ MPFC, NNPFC എന്നൊക്കെ പറയില്ലേ. ആ FC MP ഒക്കെ എന്താണെന്നറിയോ? ആ രഹസ്യം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു അല്ലേ. അപ്പം ഓൾ ദ ഫൈനൽ ഔട്ട്പുട്ടുകൾ ഉണ്ടാവുമല്ലോ, ഈ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എല്ലാ ഫൈനൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂവിനെ നമ്മൾ GDP എന്ന് പറയും. കാരണം ഇതേ ഫൈനൽ ഔട്ട്പുട്ട് തന്നെയല്ലേ എല്ലാവരും അവരുടെ ഇൻകം കൊടുത്തുകൊണ്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം അത് എന്തൊക്കെയാണോ ഈ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അത് തന്നെയല്ലേ എല്ലാവരുടെയും ഇൻകം
അല്ലേ? അപ്പം ഈ രാജ്യത്തെ പ്രൊഡക്ഷൻ മാത്രം നമുക്ക് നോക്കിയാൽ പോരെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? കത്തിയോ പിള്ളേരെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് കാണുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിക്കപ്പെട്ട എല്ലാ പ്രൊഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും ഫൈനൽ വാല്യൂ. അതായത് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ഉണ്ടാക്കി എന്നല്ല, 10 ഇൻറ്റു എത്ര രൂപയാണ് അതിന്? 10 രൂപ. അപ്പം 100 രൂപ എന്ന് പറഞ്ഞ ഫൈനൽ വാല്യൂ, അതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ എല്ലാ സാധനങ്ങളുടെയും വാല്യൂസ് എടുത്ത് കണക്കാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് എല്ലാവരുടെയും ഇൻകം കൊണ്ട് അവർ ഉപയോഗിച്ച് അത് വാങ്ങുന്നത്. അത് തന്നെയാണ് എല്ലാവരുടെയും ഇൻകം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ GDPൻ്റെ ഫുൾ ഫോം ആണല്ലോ. അപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ കൺട്രി. പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഗുഡ്സും സർവീസസും ഒക്കെ പെടും. കാരണം സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ പകരമായിട്ട് വേറൊരാളുടെ ഇൻകം അല്ലേ കൊടുക്കുന്നത്. അപ്പം നമ്മൾ നാഷൻ്റെ ഇൻകം കാണുമ്പോൾ ആ സർവീസും കൂടെ നമ്മൾ പരിഗണിച്ചാൽ ആ ഇൻകം കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ GDP ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി വിത്തിൻ എ ഗിവൻ പീരീഡ്. ഒരു വർഷത്തിൽ കേട്ടോ. ഓക്കെ, ഗിവൻ പീരീഡിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് GDP MP-നെ നോക്കാം. അപ്പം MP എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വില. അതായത് എന്താ, നമ്മളുടെ ഫാക്ടർ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതായത് ഇതിലുണ്ടാക്കാൻ വന്ന കോസ്റ്റ് പ്ലസ് ടാക്സും കൂടെ കൂടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് ആവുന്നത് അല്ലേ? മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വിലയിൽ ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് എടുക്കണം കേട്ടോ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എടുക്കേണ്ടത്. അതായത് അത് പറയേണ്ട ആവശ്യമില്ല. GST എന്ന് പറഞ്ഞ ഒരൊറ്റ യൂണിഫൈഡ് ടാക്സ് ആണല്ലോ, അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണല്ലേ. നമ്മൾ വേറൊരാളുടെ കയ്യിൽ കൊടുക്കുന്നു, അയാളാണ് അവിടെ പോയി ഗവൺമെൻറ്റിനെ അടയ്ക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് പോയി അടയ്ക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ടാക്സ്. അത് മാത്രമല്ല നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടെ പറയുന്നുണ്ട് കേട്ടോ. നെറ്റ് വേണം. നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ്ഡ് മൈനസ് പെയ്ഡ്. അതായത് ഗവൺമെൻറ്റിന് നമ്മൾ അങ്ങോട്ട് കൊടുത്തതും ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് തന്നതുമായിട്ടുള്ള എമൗണ്ടിനെ കുറയ്ക്കണം. അതായത് സബ്സിഡി നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് നമ്മൾ കൊടുത്ത ടാക്സ് കുറച്ചിട്ട് വേണം ആ ഒരു ഫാക്ടറി കോസ്റ്റിൽ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മേന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക്. അതായത് പ്രൊഡ്യൂസേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില പ്രൊഡക്ട്സിന് സബ്സിഡി കൊടുക്കും, റെയറായിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ സബ്സിഡി കിട്ടിയത് മൈനസ് കൊടുത്തത്, ടാക്സ് അടച്ചത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യില്ല, ആ ഒരു ഇതിനെയാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ MP കിട്ടാനായിട്ട്. ഓക്കെ, ഇതിനെപ്പറ്റി നെക്സ്റ്റ് പേജിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ പിടിച്ചോ, കഴിഞ്ഞ ജനുവരി എക്സാമിലത്തെ ക്വസ്റ്റ്യനാണ്. ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി വിത്തിൻ എ ഗിവൺ പീരീഡ്. ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കലി. അപ്പോൾ അതെന്താണ് ശരിക്കും? GDP ആണല്ലേ. സിമ്പിൾ സാധനമാണ് ചോദിച്ചത്. ഈ ചാപ്റ്റർ വലുതായ കാരണം നമ്മളിത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ ഇതിന്ന് ചോദിക്കുന്നത് വെറും സിമ്പിൾ സാധനങ്ങളാണ്. ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ ഗെറ്റ് ഫുൾ ഔട്ട് ഓഫ് ഫുൾ ആഫ്റ്റർ സീയിങ് മൈ വീഡിയോ. സോ GDP MP എന്നുള്ള പേര് മുഴുവനും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ GDP എന്ന് പറയുമ്പോഴേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ GDPയിൽ ഞാൻ പറഞ്ഞല്ലോ 10 സാധനങ്ങൾ ഉണ്ടാക്കി, 10 യൂണിറ്റ്സ് ഉണ്ടാക്കി. പക്ഷെ അതിന് 2 ആഴ്ച മുമ്പ് അതിന് 10 രൂപ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ട് ഫൈനൽ വാല്യൂ ആയിട്ട് നമ്മൾ 100 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ പൈസ 10. അപ്പം 100 ഫൈനൽ വാല്യൂ GDPയിൽ വന്നത്. പക്ഷേ അതേ സാധനത്തിന് തന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം നോക്കിയപ്പോൾ 22 രൂപയായി കൂടി. അതായത് വില വർധനവ് വന്നു അതിന്. അപ്പോൾ വില വർധനവ് വന്ന സമയത്ത് 10 യൂണിറ്റ്സ് തന്നെ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തത്, ഒരു മാറ്റമില്ല. 10 ഇൻറ്റു 22 രൂപ ഇനി ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് GDPൻ്റെ ഫൈനൽ വാല്യൂ ആയിട്ട് കിട്ടിയത് 220 രൂപ. അതായത് 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നേരത്തെ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 100 രൂപ കിട്ടി. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 220 രൂപ. നോക്കി, വില വർധനവ് കാരണം GDPൻ്റെ വാല്യൂ കൂടിയില്ലേ, ഫൈനൽ വാല്യൂ കൂടിയില്ലേ. അതൊരു നല്ല
രീതിയിലാണോ അങ്ങനെയാണോ നമുക്ക് വേണ്ടത്? അത് ശരിക്കുമുള്ള പെർഫോമൻസ് ഓഫ് ദി എക്കോണമി ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? പെർഫോമൻസ് കൂടുന്നു എന്ന് കാണിക്കുന്നത് യൂണിറ്റ്സ് കൂടുമ്പോഴാണ്. എപ്പോഴാണോ യൂണിറ്റ്സ് കൂടുന്നത് അപ്പോഴാണ് നമ്മൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല പ്രൊഡക്ഷൻ കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളെ ഈ രാജ്യം പുരോഗമിക്കുന്നതല്ലേ, എക്കണോമിക് ഗ്രോത്തൊക്കെ വരുന്നതല്ലേ. അല്ലാണ്ട് സാധനങ്ങൾക്ക് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ഗ്രോത്തും വരുന്നുണ്ടോ എക്കോണമിയിൽ? അതായത് സാധനങ്ങൾക്ക് വില കൂടി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസിന് ഓൾറെഡി വില കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് സാധനങ്ങൾക്ക് വില കൂടുന്നത്. അപ്പം അങ്ങനെ കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ എക്കോണമിക്ക് ഒരു കാര്യമില്ല എന്ന്. ഓക്കെ, എക്കോണമിക്ക് കാര്യം വേണമെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കണം. അതായത് 10 എന്നുള്ളത് ഒരു 20 ആവണം. എന്നിട്ട് പ്രൈസും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞ കേസിൽ നമ്മൾ 10 യൂണിറ്റ് മാറ്റി 20 യൂണിറ്റ് ആയിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അവിടെ കൂടി. അപ്പം 20 ഇൻറ്റു അന്നത്തെ പ്രൈസ് എത്രയായിരുന്നു? 10 രൂപ. 20 ഇൻറ്റു 10 200. ഓക്കെ, അതാണ് ഐഡിയലായിട്ടുള്ള, അതാണ് നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂടി രാജ്യത്തിന് നല്ല പെർഫോമൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 22 രൂപ അതിൻ്റെ പേരിൽ 220 രൂപയായി GDP, വലിയ വർധനവാ എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പ്രൊഡക്ഷനാണ് കൂടേണ്ടത്, യൂണിറ്റ്സ് ആണ് കൂടേണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ പറഞ്ഞ 20 യൂണിറ്റ്സ് ഉണ്ടാക്കിയപ്പോൾ 10 രൂപ, അപ്പോൾ 20 ഇൻറ്റു 10 = 200 എന്ന് പറഞ്ഞ ആ ഒരു കേസില്ലേ, അതാണ് ശരിക്കും റിയൽ ആയിട്ട് GDP എന്ന് പറഞ്ഞത് അല്ലേ. അതാണ് ശരിക്കുള്ള റിയൽ, ആ പേര് പോലെ തന്നെ റിയൽ GDP. പക്ഷേ ഈ വിലക്കയറ്റം കാരണം GDP കൂടിയില്ലേടാ, അതാണ് നോമിനൽ GDP. ഓക്കെ, അപ്പോൾ GDP തന്നെ 2 രീതിയിലുണ്ട്. റിയൽ GDP ഉണ്ട്, നോമിനൽ GDP ഉണ്ട്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യം, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് റിയൽ GDP ആണ്. ഓക്കെ, ഇന്ത്യയിലത്തെ നല്ല എക്കണോമിസ്റ്റുകളുടെ വാശി പ്രകാരം നമ്മളെല്ലാവരും റിയൽ GDP ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അല്ലേ, ഇൻഫ്ലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിസ്റ്റുകൾ തീരുമാനിച്ചു ഒരു വർഷത്തിന് ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് ആ വർഷത്തെ പ്രൈസ് മാത്രം എടുത്തിട്ട് പിന്നെ യൂണിറ്റ്സ് എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൈസ് ഇനി മാറ്റൂല. 10 വർഷത്തിന് ആ പ്രൈസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം ആ ഒരു ബേസ് ഇയർ എടുക്കും. അപ്പം ഇന്ത്യയിൽ ഇപ്പോൾ 2011-12 എന്ന് പറഞ്ഞിട്ടുള്ള ഇയറിലത്തെ പ്രൈസ് വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷവും ഇപ്പോഴും GDP കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ഇയേഴ്സ് കഴിഞ്ഞതുകൊണ്ട് ഈ ബേസ് ഇയർ റിവൈസ് ചെയ്യണം. അപ്പം റിവൈസ്ഡ് ബേസ് ഇയർ ആയിട്ട് വരാൻ പോകുന്നത് 2022-23 ആണ്. അത് ഇനി ഈ 2026 ഫെബ്രുവരി തൊട്ടായിട്ടാണ് അത് വരാൻ. അപ്പം പക്ഷേ സാധനങ്ങൾക്ക് അന്നത്തെ വിലയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ബേസ് ഇയറിൽ ചിലപ്പോൾ ആ സാധനത്തിന് 12 രൂപയായിരിക്കും. പക്ഷേ ഇപ്പം അതിന് ഒരു 15 ആയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ 15 കൂട്ടൂല, നമ്മൾ ആ 12 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ GDP. പക്ഷെ നമ്മളവിടെ ഫോക്കസ് എന്താണ്? നമ്മൾ ഫോക്കസ് പ്രൊഡക്ഷൻ കൂടിയോ എന്നാണ് നമ്മളുടെ ഫോക്കസ്. അപ്പോഴാണ് റിയൽ GDP കാണിക്കുന്നത് കേട്ടോ. പക്ഷെ നേരെ മറിച്ച് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ബേസ് ഇയറിനെ പറ്റിയിട്ടല്ല. ഒരു ബേസ് ഒരു ഇയർ ആക്കി വെച്ചിട്ട് ഒരു ഇയറിനെ തന്നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ആ ഇയറിലത്തെ പ്രൈസ് മാത്രം എടുത്തിട്ട് ഓക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിയൽ GDP. ഓക്കെ, കോൺസ്റ്റൻറ്റ് പ്രൈസിൽ തന്നെ, കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയുള്ള പ്രൈസിൽ എന്നും ഒരുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആവാത്ത അതേ പ്രൈസിൽ തന്നെ 10 വർഷം 11 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, GDP കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഇപ്പോഴത്തെ കറൻ്റായിട്ടുള്ള പ്രൈസ് കൊണ്ട് കറണ്ട് പ്രൈസിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്താൽ അതാണ് നോമിനൽ GDP. അപ്പോൾ കണ്ടോ, GDP 2 രീതിയിലാണ്. റിയൽ GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ആയിരിക്കും. അങ്ങനെ മരവിച്ച ആ ഒരു പ്രൈസിൽ തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് നല്ലതാണല്ലേ. കാരണം രാജ്യത്തിൽ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും പെർഫോമൻസ് വർധനവുണ്ടോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കുറേ വില കയറും. അപ്പം നമ്മൾ വിചാരിക്കും GDP ഭയങ്കര വർധനവുണ്ടെന്ന്. പക്ഷേ ഒരിക്കലും പ്രൊഡക്ഷനൊന്നും കയറിയിട്ടുണ്ടാവില്ല. പക്ഷേ പ്രൈസ് കാരണം മാത്രം കുറേ കൂട്ടി കാണും GDP. അപ്പോൾ അതല്ല നല്ലത് കേട്ടോ. അപ്പോൾ റിയൽ ആണ് കേട്ടോ. 2011-12 ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ റിയൽ GDP ആണ് മെയിൻ. അപ്പോൾ റിയൽ GDP ആണ് ബെസ്റ്റ്
മെഷർ അല്ലെങ്കിൽ പിന്നെ ബെറ്റർ മെഷർ ഓഫ് എക്കണോമിക് വെൽബീയിങ് ആണ്. ആൾക്കാരുടെ അതായത് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇൻകം കൂടിയത് കൊണ്ടാണല്ലേ ശരിക്കും പ്രൊഡക്ഷൻ കൂടിയത്. എന്താണോ ഡിമാൻഡ് ഉള്ളത് അതാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടാവാൻ കാരണം അവർക്ക് ഇൻകം ഉണ്ട്. അപ്പോൾ ഇൻകം കൂടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കൂടി എന്ന് പറഞ്ഞത് ബെറ്റർ മെഷറാണല്ലേ. അപ്പോൾ ഇതാണ് ബെറ്റർ മെഷർ ഓഫ് എക്കണോമിക് വെൽബീയിങ്. പിന്നെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് മെഷറാണ് റിയൽ GDP എന്ന് പറഞ്ഞാൽ. ഇൻഫ്ലേഷനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ. ഇവിടെ ഇൻഫ്ലേഷനെ കാണിക്കുന്നേ ഇല്ല. കാരണം പ്രൈസ് ഒരൊറ്റ ഒരു ബേസ് ഇയറിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് മാത്രമാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നോമിനൽ GDP അറ്റ് കറൻറ്റ് പ്രൈസസ്. അപ്പോൾ പ്രൈസസ് ഓഫ് ദ ഗുഡ്സ് ഇൻക്രീസ് ചെയ്താൽ നോമിനൽ GDPയും ഇൻക്രീസ് ചെയ്യും. GDP വർദ്ധിച്ചു എന്ന് പറയും. അപ്പം നോമിനൽ GDP ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻഫ്ലേഷൻ രാജ്യത്ത് കൂടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഈ GDPനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് എത്ര ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ പേര് തന്നെയാണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ മറ്റൊരു പേരാണ്. അപ്പം അതിൽ നമുക്ക് ഇൻഫ്ലേഷനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും GDPയിൽ നിന്നും. അത് നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പ് നോമിനൽ GDP എന്ന് പറഞ്ഞത് എപ്പോഴൊക്കെയാണെന്നറിയോ ചേഞ്ച് ചെയ്യുക ശരിക്കും? ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നോമിനൽ GDP മാറും. അതുപോലെ തന്നെ പ്രൈസും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോമിനൽ GDP മാറും കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ഒന്നിച്ച് സംഭവിച്ചാലും നോമിനൽ GDP മാറും. അതായത് 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് 25 അതുപോലെ തന്നെ 20 രൂപ വില ഉണ്ടായിരുന്നതിന് 25 രൂപ വിലയായി. അപ്പോൾ കണ്ടോ, രണ്ടും വർദ്ധിച്ചു. പ്രൈസും വർദ്ധിച്ചു, ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും യൂണിറ്റും വർദ്ധിച്ചു. അപ്പോഴും നോമിനൽ GDP മാറും. പിന്നെ വി നീഡ് ടു എലിമിനേറ്റ് ദ എഫക്റ്റ് ഓഫ് ദ ഇൻക്രീസിങ് പ്രൈസസ് ഓൺ അവർ മെഷർ ഓഫ് GDP. സോ ടു ടേക്ക് ഇൻഫ്ലേഷൻ ഔട്ട് ഓഫ് GDP നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GDP ഡിഫ്ലേറ്റർ അഥവാ പ്രൈസ് ഇൻഡെക്സിനെ എടുക്കാം. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ നോമിനൽ GDP ടു റിയൽ GDP, അതായത് നോമിനൽ GDPയിൽ നിന്നും നമ്മൾ റിയൽ GDPയിലേക്ക് വരികയാണ്. ഇപ്പോൾ നോമിനൽ GDPയിലാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നും നമ്മൾ റിയൽ GDPയിലേക്ക് വരികയാണ്. നോമിനൽ ടു റിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 മീൻസ് വാട്ട്? ഡിവൈഡഡ് ബൈ എന്നാണ് അർത്ഥം. സോ നോമിനൽ ടു റിയലിലേക്ക് നമ്മൾ വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 100 കൊടുക്കുക. അതായത് കറൻറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇൻഫ്ലേഷനെ പുറത്തെടുക്കാൻ പറ്റും. സോ യൂസ് ടു കൺവേർട്ട് നോമിനൽ GDP ടു റിയൽ GDP. അപ്പോൾ മറക്കരുത്, ഇത് എപ്പോഴും ചോദിക്കും. നോമിനൽ ടു റിയൽ ഇൻറ്റു 100 ആണ് GDP ഡിഫ്ലേറ്റർ അല്ലെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് റിയൽ GDP കാണാമല്ലോ. എങ്ങനെ? നോമിനൽ GDP ന്യൂമറേറ്ററിൽ തന്നെയാണ്. അപ്പോൾ അടിയിലത്തെ റിയൽ GDP ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പം അടിയിൽ ഡിവൈഡ് ഉണ്ടായിരുന്നത് ഈ സൈഡിൽ ഡിവൈഡ് ഉണ്ടായിരുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ. പിന്നെ ആ GDP ഡിഫ്ലേറ്റർ ഇവിടെ അടിക്കും. അത് പ്യുവർലി മാത്സ് ആണ്. ഇനി അതുപോലെ നോമിനൽ GDP കാണാൻ പറഞ്ഞാലോ അതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ വേറെ സൈഡിലേക്കൊക്കെ കൊണ്ടുപോയാൽ മതി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ X ആയിട്ട് എടുക്കാം. അപ്പോൾ നോമിനലാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? GDP ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു X ബൈ റിയൽ GDP ഇൻറ്റു 100 എന്നിട്ട് Xനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ഇതൊക്കെ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആവേശ് കുമാറായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണത്, ഫ്ലോയിൽ അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പം GDP ഡിഫ്ലേറ്റർ ഈസ് നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പോൾ നോമിനലിൽ നിന്നും റിയലിലേക്ക് കൊണ്ടുവരുന്നു ഇൻറ്റു 100 കേട്ടോ. നോമിനൽ ടു റിയൽ ഇൻറ്റു 100. അപ്പോൾ ഇയർ 2014 ആ ഇയറിനെയാണ് ഇപ്പോൾ ബേസ് ഇയർ ആക്കി വെക്കുന്നത്. അപ്പോൾ നോമിനൽ GDP എന്ന് പറഞ്ഞാൽ 500 ആണ്, റിയൽ GDPയും 500 ആണ്. കാരണം ഫസ്റ്റ് ഇയർ ആണല്ലോ. അപ്പോൾ 500.
ഓക്കെ, രണ്ടും സെയിം ആണ്. പിന്നെ ജി ഡി പി ഡിഫ്ലേറ്ററും അപ്പോൾ എന്തായിരിക്കും 100 തന്നെ ആയിരിക്കും അല്ലേ, ബിക്കോസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകുമ്പോൾ പിന്നെ ആ ഇൻറ്റു 100 മാത്രമല്ല ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജി ഡി പി ഡിഫ്ലേറ്ററും 100 ആയിരിക്കും. ഓക്കെ, പിന്നെ 2015 ആയപ്പോൾ നോമിനൽ ജി ഡി പി 800 റിയൽ ജി ഡി പി 650 കണ്ടോ. നോമിനൽ ജി ഡി പിയിൽ വില വർധനവ് കാരണം കൂടി. റിയൽ ജി ഡി പി ആണ് ശരിക്കുള്ള റിയൽ ഗ്രോത്ത് ഓഫ് ദി എക്കോണമി കാണിക്കുന്നത് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ ജി ഡി പി ഡിഫ്ലേറ്ററിൽ നിന്ന് നമുക്ക് ഇൻഫ്ലേഷൻ എത്രയാണ് വില വർധനവിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ അതിൽ 100 ആണ് ബേസിൽ വന്നതല്ലേ, അപ്പം അത് 120 എല്ലാ പ്രാവശ്യം ബേസ് ഇയറിൽ ജി ഡി പി ഡിഫ്ലേറ്റർ 100 തന്നെ ആയിരിക്കും. കാരണം രണ്ടും സെയിം ആണല്ലോ, നോമിനലും റിയലും. പിന്നത്തെ കമ്പാരിസൺ നോക്കുമ്പോഴാണ് അവിടെ കണ്ടോ 123 ആയത്. അപ്പം 23% ഇൻഫ്ലേഷൻ രാജ്യത്ത് ഉണ്ട് ഇപ്പോൾ എന്നാണ് അർത്ഥം, കൂടിയിട്ടുണ്ട് എന്ന്. അതായത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ കമ്പയർ ചെയ്ത് 2015 ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത് 23% ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഇപ്പോഴത്തെ വർഷത്തിന് അതായത് ഇയർ 2-ത്തെ ജി ഡി പി ഡിഫ്ലേറ്റർ മൈനസ് ഇയർ 1-ത്തെ ജി ഡി പി ഡിഫ്ലേറ്റർ അല്ലേ, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ജി ഡി പി ഡിഫ്ലേറ്റർ ഓഫ് ഇയർ 1 തന്നെ ചെയ്തു ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റായി 23 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ഇയർ 2 കാണാൻ ജി ഡി പി ഡിഫ്ലേറ്റർ ഇൻ ഇയർ 2 മൈനസ് ജി ഡി പി ഡിഫ്ലേറ്റർ ഇൻ ഇയർ 1 ബൈ ജി ഡി പി ഡിഫ്ലേറ്റർ ഇൻ ഇയർ 1 ഇൻറ്റു 100 ചെയ്താൽ മതി. സിമ്പിളാണ്, ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ. ഓക്കെ, അതുമാത്രമല്ല ഇപ്പോൾ കറൻ്റ്ലി ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ 2023-ത്തെ കാര്യം പറയുമ്പോൾ ആസ് കമ്പയർ ടു 2022 പറയുമ്പോൾ 8.439% ആണ് ഇൻഫ്ലേഷൻ റേറ്റ് വിലക്കായിട്ടും രാജ്യത്തുള്ളത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തോ. കണ്ടോ, ഡിഫ്ലേറ്റർ ഫോർ ദ ബേസ് ഇയർ ഈസ് ഓൾവേസ് 100 ആണ്. പിന്നെ ജി ഡി പി ഡിഫ്ലേറ്റർ ഇൻ ഇന്ത്യ എക്സ്പെക്റ്റഡ് ടു റീച്ച് 154.87 ബൈ ദ എൻഡ് ഓഫ് 2022. പിന്നെ 24 ഒക്കെ ആകുമ്പോൾ 175 ആവും ജി ഡി പി ഡിഫ്ലേറ്റർ. പിന്നെ 167 ആയിരുന്നു 2023. അപ്പം സംഭവം കണ്ടോ കൂടുതലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ എന്താ കാണിക്കുന്നത്, ടേക്കിംഗ് ഔട്ട് ദ ഇൻഫ്ലേഷൻ അല്ലേ, ഇൻഫ്ലേഷനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ബേസ് ഇയറിനോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ടെന്ന്. ഓൺലി യൂസിങ് ദ ഡിഫ്ലേറ്റർ ഓൺലി വി ക്യാൻ ടേക്ക് ഔട്ട് ദ ഇൻഫ്ലേഷൻ ഔട്ട്, റൈറ്റ്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ജി ഡി പി ഡിഫ്ലേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ദെൻ നോമിനൽ ജി ഡി പി ഈസ് ഗ്രേറ്റർ ദാൻ ദ റിയൽ ജി ഡി പി എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ലേ, ഗ്രേറ്റർ ദാൻ 100 ആണെന്നുണ്ടെങ്കിൽ നോമിനൽ ജി ഡി പി ആണ് കൂടുതൽ, വിലക്കയറ്റമാണല്ലേ കൂടുതൽ ദാൻ ദ റിയൽ ജി ഡി പി. ഇതേ സെൻറ്റൻസ് ആണ് എൻ്റെ എക്സാമിന് ചോദിച്ചത്. ഇഫ് ദ ജി ഡി പി ഡിഫ്ലേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 100 ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് വാട്ട് നോമിനൽ ജി ഡി പി ഇസ് ഗ്രേറ്റർ ദാൻ ദ റിയൽ ജി ഡി പി, വിലക്കയറ്റമാണ് കൂടുതൽ അല്ലേ. സോ ഓപ്ഷൻ ബി. ഇതിൻ്റെ ഒപ്പം ചോദിച്ചൊരു ചോദ്യമാണ് ജി ഡി പി ഡിഫ്ലേറ്ററും ഫിനാൻഷ്യൽ ഇയറൊക്കെ തന്നിട്ടുണ്ട്, എന്നിട്ട് പറയുകയാണ് ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇയർ ദ പ്രൈസ് ലെവൽ ഹാസ് ഫോളൻ. സിമ്പിൾ അല്ലേ, ജി ഡി പി ഡിഫ്ലേറ്റർ എപ്പോഴും ബേസ് ഇയറിൽ നോമിനലും റിയലും ഈക്വൽ സെയിം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജി ഡി പി ഡിഫ്ലേറ്ററിൽ 100 ആയിരിക്കും. പിന്നെ ജി ഡി പി ഡിഫ്ലേറ്ററിൽ 154 ആയി, പിന്നത്തെ വർഷം 168 ആയി, പിന്നെ ഇടിഞ്ഞുല്ലേ 148 ആയി. അപ്പോൾ അതാണല്ലേ പ്രൈസ് ലെവൽ ഫോളോ ചെയ്തത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 23-24 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. പിന്നെ വാട്ട് വിൽ ബി ദ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 22-23 ആസ് കമ്പയർ ടു 21-22. അപ്പോൾ 22-23 നോക്കാം. അപ്പം ഇൻഫ്ലേഷൻ റേറ്റ് കൃത്യമായി കാണണമെങ്കിൽ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പോൾ തന്ന ഫിനാൻഷ്യൽ ഇയർ ഇല്ലേ, അതായത് ഫിനാൻഷ്യൽ ഇയർ 2 മൈനസ് ഫിനാൻഷ്യൽ ഇയർ 1 ഡിവൈഡഡ് ബൈ ഫിനാൻഷ്യൽ ഇയർ 1 ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് 22-23 ആണല്ലോ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 168.40 മൈനസ് 154.25 ഡിവൈഡഡ് ബൈ 154.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 9.17% കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 92 ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇയർ ദ നോമിനൽ ജി ഡി പി ആൻഡ് ദ റിയൽ ജി ഡി പി ആർ ദ സെയിം. അത് ലോജിക്കടാ, സിമ്പിൾ അല്ലേ. ഫിനാൻഷ്യൽ ഇയർ 2020-21 ആണ്, കാരണം ആ ബേസ് ഇയറിലാണ് റിയലും നോമിനലും സെയിം ആയത്. അതുകൊണ്ടാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയപ്പോൾ ഇൻറ്റു 100 എന്നുള്ള ഒരു 100 മാത്രം ജി ഡി പി ഡിഫ്ലേറ്ററായി മാറിയത്. കാരണം ജി ഡി പി ഡിഫ്ലേറ്റർ എന്താണ്, ജി ഡി പി ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. അപ്പോൾ നോമിനൽ റിയലും സെയിം ആണെങ്കിൽ മേലത്തെ അടുത്ത് ക്യാൻസൽ ആവും, പിന്നെ ബാക്കി 100 ബാക്കി മാത്രം.
അതുപോലെ ടെക്സ്റ്റിലത്തെ അതേ ബോക്സ് കോപ്പി അടിച്ച് ചോദിച്ചതാ മെയിൽ നോക്കിക്കോ. കൺസിഡർ ദ ഡാറ്റ ഗിവൻ ഇൻ ദ ടേബിൾ ബിലോ, കാൽക്കുലേറ്റ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് ഇയർ 3. ഓക്കെ, ഇയർ 3ൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സിമ്പിളാണ്. അപ്പോൾ 144 മൈനസ് 125 ചെയ്യുക. എന്താ ഈ 144? GDP ഡിഫ്ലേറ്റർ അല്ലേ. 144 മൈനസ് 125 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ 15.20% ആണ് കേട്ടോ കിട്ടിയത്, ഓപ്ഷൻ ബി. ചില സമയത്ത് GDP ഡിഫ്ലേറ്റർ കമ്പയറിങ് ടു ദ കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഇയറിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ ഫോളും ചെയ്യും കേട്ടോ, അങ്ങനെയുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻ 2 ഒന്ന് നോക്കിയേ. നോമിനൽ GDP 3000 തന്നിട്ടുണ്ട്, റിയൽ GDP 4700 തന്നിട്ടുണ്ട്. അപ്പോൾ GDP ഡിഫ്ലേറ്റർ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് കമൻറ്റ് ഓൺ ദ ലെവൽ ഓഫ് ദ പ്രൈസസ് എന്നും. അപ്പോൾ നോമിനൽ ടു റിയൽ അല്ല നമ്മൾ ആക്കാൻ ശ്രമിക്കുന്നത്, ഇൻറ്റു 100. സോ നമ്മൾ 3000 ബൈ 4700 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 63.83 ആണ് കിട്ടുന്നത്. സോ പ്രൈസ് ലെവൽ ഹാസ് ഫോളൻ സിൻസ് GDP ഡിഫ്ലേറ്റർ ഈസ് ലെസ് ദാൻ. കാരണം എപ്പോഴും ബേസ് ഇയറിൽ GDP ഡിഫ്ലേറ്റർ 100 ആയിരിക്കും. അപ്പം 100ലും താഴെ 63.83 ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ ഹാസ് ഫോളൻ എന്നാണ്. ഇനി ഇല്ലുസ്ട്രേഷൻ 3 നോക്കുമ്പോൾ ഫൈൻ നോമിനൽ GDP ഇഫ് റിയൽ GDP ആൻഡ് പ്രൈസ് ഇൻഡെക്സ് തന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഇൻഡെക്സ് തന്നെയാണ് GDP ഡിഫ്ലേറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫോർമുലേനെ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത വേർഷനാണ് ഇപ്പോൾ കാണുന്നത്. നോമിനൽ GDP ഈസ് ഈക്വൽ ടു റിയൽ GDP ഇൻറ്റു പ്രൈസ് ഇൻഡെക്സ് ബൈ 100. അതായത് അടിയിൽ കിടന്നിരുന്ന റിയൽ GDP ഒക്കെ ഇപ്പോൾ മേലേക്ക് വന്നു, പിന്നെ പ്രൈസ് ഇൻഡെക്സും ന്യൂമറേറ്ററിൽ വന്നു, പിന്നെ മേലെ ഉണ്ടായിരുന്ന ഇൻറ്റു 100 അടിയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എക്സ് കൊടുത്താൽ ചെയ്യാൻ പറ്റും. കണ്ടത് ഇങ്ങനെ ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു N/R ഇൻറ്റു 100 ആണെന്നുണ്ടെങ്കിൽ ആറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ D ഇൻറ്റു R ആവും. ഓക്കെ, ഡിവൈഡഡ് ബൈ R ഇൻറ്റു R ആവും, പിന്നെ ഇൻറ്റു 100 അടിയിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ GDP. Exactly the same thing is written over there in the solution of illustration 3ൽ. എന്നിട്ട് നോമിനൽ GDP is 450 into 120 by 100, that is 540. ഓക്കെ, അപ്പം എന്തും ന്യൂമറേറ്ററിൽ ഇപ്പോൾ 450 into 120 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ന്യൂമറേറ്ററിലുള്ള സംഭവമാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ 540 ആൻസർ കിട്ടും നോമിനൽ GDP ആയിട്ട്. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 4 ആണ്. റിയൽ GDP കാണാനാണ് ചോദ്യം. അപ്പം ഒന്നുമില്ല, പ്രൈസ് ഇൻഡെക്സ് റിയൽ GDPയുടെ സ്ഥാനത്തേക്ക് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഇൻ്റർചേഞ്ച് അങ്ങോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ക്രോഴ്സ് എന്നാണ് ആൻസർ കിട്ടുക. ക്വസ്റ്റ്യനിൽ GDP ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, നോമിനലും അതുപോലെ തന്നെ പ്രൈസ് ഇൻഡെക്സും. ആ ഇൻക്രീസ് ചെയ്തത് ആണ് പുതിയത്, അത് വെച്ചിട്ടാണ് റിയൽ GDP കാണേണ്ടത്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആൻസർ 1090.9 ക്രോഴ്സ് കിട്ടും. ഇനി ഈ കഴിഞ്ഞ ജാൻ എക്സാമിൻ്റെ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും കൂടി ചെയ്ത എൻ്റെ കുട്ടി ആരാ? ഓക്കെ, അപ്പോൾ ഫൈൻ ദ റിയൽ GDP ഇഫ് നോമിനൽ GDP is 720 ആൻഡ് ദ പ്രൈസ് ഇൻഡെക്സ് ഇസ് 120. അപ്പോൾ ഒന്നുമില്ല, നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100ന് പകരം ആ റിയലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അതിന് പകരം ഡിനോമിനേറ്ററിൽ പ്രൈസ് ഇൻഡെക്സ് കൊടുക്കുക. അപ്പോൾ നോമിനൽ ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 ചെയ്താൽ കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കൂടെ ചെയ്യണേ. ബൈ.